ഹലോ വെൽക്കം ടു സനാര. ഈ എഴുതുന്നത് ഞാൻ രാവിലെ ആണെങ്കിലും സംഭവം തുടങ്ങുന്നത് ഉച്ചക്കാണ് കേട്ടോ. ഉച്ച കഴിഞ്ഞ് എല്ലാം ഫ്രീ ആയി കഴിഞ്ഞിട്ടേ ഞാൻ ഈ പരിപാടിയിലേക്ക് എത്തിയിരിക്കത്തുള്ളൂ. അപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കുത്തിയല്ല ഷറാറ സെറ്റ് ചെയ്യാൻ പോവാണേ. അപ്പോൾ ഞാൻ കുറച്ച് ആരി വർക്ക് ചെയ്ത് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി എടുത്തപ്പോഴാണ് എന്തോ അപൂർണമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓർത്തെങ്കിൽ കുറച്ച് ബുട്ടാസും കൂടി വെച്ചാൽ എന്താ ഇത് സിമ്പിളായിട്ട് നമുക്ക് ആ ഫ്രെയിമിലിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ, ആരി സ്റ്റാൻഡിലിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. പക്ഷേ മടിയും മല ചുമക്കുന്നില്ലേ, അതാണ് എൻ്റെ അവസ്ഥ. എനിക്ക് എഴുന്നേൽക്കാനും കഴിയത്തില്ല, ഇരിക്കാനും കഴിയത്തില്ല, പോകാനും കഴിയത്തില്ല. അത് കാരണം ഞാൻ ചെറിയ ഫ്രെയിമിലിട്ട് അതിനകത്ത് കുറേ കഥകൾ കഴിഞ്ഞതിന് ശേഷം അതൊന്ന് സെറ്റായി കിട്ടിയത് തന്നെ. അതെല്ലാം കഴിഞ്ഞ് സ്റ്റാൻഡിലോട്ട് ഇട്ടപ്പോൾ അടുത്ത പണി പിന്നെയും ഉരുപ്പോവും, പിന്നെയും എടുത്ത് വെക്കും. അത് തന്നെ മടിയും മല ചുമക്കത്തില്ലേ, അത് തന്നെയാണ് എൻ്റെ അവസ്ഥ. അതൊന്ന് സെറ്റായി കഴിഞ്ഞപ്പോഴാണ് ഇതേ അടുത്ത വള്ളിക്കെട്ട്. സൂചി നോക്കിയിട്ട് സൂചി കാണുന്നില്ല, നമ്മുടെ ആരീനില്ലേ അത് കാണില്ല. അങ്ങനെ തപ്പിപ്പിടിച്ച് ഒരു തുരുമ്പ് പിടിച്ചൊരു നീഡിൽ കിട്ടി. ഇത് തയ്ച്ച് നാളെ കല്യാണത്തിന് ഇട്ടുകൊണ്ട് പോകുക അതെൻ്റെ ഉത്തരവാദിത്വമാണല്ലോ. അത് കാരണം തുരുമ്പ് പിടിച്ചൊരു സൂചിയായിട്ട് എനിക്ക് കിട്ടിയത്. പിന്നെ അത് വെച്ച് കുറച്ച് കഥകളിയൊക്കെ കഴിഞ്ഞ ശേഷമാണ് കഷ്ടപ്പെട്ടാണ് ഞാൻ 7-8 ബുട്ടാസ് ആ ഉടുപ്പിനകത്ത് തുന്നി പിടിപ്പിച്ചത്. പിന്നെ ഇത്ര അത്യാവശ്യമായിട്ട് കല്യാണത്തിന് എന്തിനാ ഇതിട്ടുകൊണ്ട് പോകുന്നതെന്ന് ചോദിച്ചാൽ ഒരു മനസ്സ് ആരെങ്കിലുമൊക്കെ ചോദിച്ചാലോ ഇത് ഇവിടെ നിർത്തിയാണെന്ന്, അപ്പം നമുക്ക് പറയാമല്ലോ നമ്മുടെ സ്വന്തമാണെന്ന്. അതിന് വേണ്ടിയിട്ടാണ്. എൻ്റെ കുരിപ്പാണെങ്കിലേ തയ്ക്കാനുള്ള തുണി മൊത്തം എടുത്ത് ചുരുട്ടിക്കുട്ടി ഒരു പരുവാക്കി. അപ്പോൾ അത് ഫുൾ എനിക്ക് അയൺ ചെയ്യണമായിരുന്നു. ഈ ആരി വർക്ക് ചെയ്തതിന് ശേഷം ഞാൻ അതിരുന്ന് അയൺ ചെയ്തേ. ഞാനാണ് താഴത്തിരുന്ന് അയൺ ചെയ്തത്. അപ്പോൾ അതാകുമ്പോൾ സിനിമയുടെ കഥയൊക്കെ കേട്ട് മല്ലു എക്സ്പ്ലെയിനിൻ്റെ വീഡിയോ ഒക്കെ കണ്ട് നമുക്ക് അങ്ങനെ പതുക്കെ റിലാക്സ് ചെയ്തിരുന്ന് അയൺ ചെയ്യാമല്ലോ. എനിക്ക് വയ്യ നിൽക്കാനൊന്നും, ഞാൻ ഇരുന്നേ ചെയ്യത്തുള്ളൂ. രാത്രിയിലാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്യാനിരുന്നത്. ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയ മുത്തുപൊട്ടും. അത് കാരണം ഞാൻ വളരെ സമാധാനത്തോടെയാണ് കേട്ടോ ചെയ്തത്. എന്നിട്ടും എൻ്റെ എത്രയോ സൂചി ഒടിഞ്ഞെന്ന് പോയെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. പിന്നെ ഷോൾ സ്റ്റിച്ച് ചെയ്ത് കേട്ടോ. ഷോൾ നമ്മൾ ഇതുപോലെ ചെറിയൊരു പൈപ്പിംഗ് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തത്. ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ഔട്ട്ഫിറ്റ്. ഇത് ഇന്ന ദിവസം കൊണ്ട് ഫുൾ ആരി വർക്ക് ചെയ്ത് തീർത്തതെന്നല്ല കേട്ടോ, ഞാൻ കുറേ ദിവസങ്ങൾ കൊണ്ട് ചെയ്ത് ഇന്ന് ഫുള്ള് തീർത്തു എന്നുള്ള. ഇതിൻ്റെ സ്ലീവ്സിൽ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, സെയിം ഹാൻഡ് വർക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പാൻറ്റാണ് കേട്ടോ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടത്. നല്ല ഫ്ലെയർ ഉള്ള പാൻറ്റാണ് കേട്ടോ. ഇത്രയും ഫ്ലെയർ എന്നുവെച്ചാൽ ഒരു കാലിൽ തന്നെ ഇത്രയും ഫ്ലെയർ വരും. അപ്പോൾ നമുക്ക് പാവാട പോലെ കിടക്കും. ഷോർട്ട് ടോപ്പും പാവൻറ്റും ഇടുമ്പോഴത്തേക്ക് നമുക്ക് പാവാടയും ഉടുപ്പൊക്കെ ഇട്ട പോലെ കിടക്കും. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. എന്തായാലും ഇനി നമുക്കിന്ന് നൂല് കട്ട് ചെയ്യണം, പിന്നെ ഇതിന്ന് സ്റ്റീം അയൺ ചെയ്യണം, അങ്ങനെ കുറച്ച് പരിപാടിയും കൂടി ഉണ്ട്. പിന്നെ ഇന്ന് റീൽസ് നമ്മൾ പിന്നെ ഒരു ദിവസം ചെയ്യാം കേട്ടോ.